ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നേയുള്ള സിനിമ ജനനായകൻ എന്ന സിനിമയുടെ കാത്തിരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം വിജയുടെ ജന്മദിന സ്പെഷ്യൽ അപ്ഡേറ്റ് ആണ് ഈ കാണുന്ന പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത്. ജനനായകന്റെ ഫസ്റ്റ് റോർ എന്ന പേരിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നാളെ അർദ്ധരാത്രി 12 മണിയോടെ, അതായത് ജൂൺ 22-ാം തീയതി 12 AM സിനിമയുടെ ആദ്യ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവരുന്നതാണ്. ഒരുപക്ഷെ ഗ്ലിംസ് അതല്ലെങ്കിൽ ടീസർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം അടുത്ത വർഷം പൊങ്കൽ റിലീസായിട്ട് ജനുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് കൂടി പോസ്റ്ററിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത കുബേരിക്ക് പിന്നാലെ ഇന്നേ ദിവസം റിലീസ് ചെയ്ത 2 പ്രധാനപ്പെട്ട സിനിമാ സീരീസിന്റെ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരള ക്രൈം ഫയൽസിന്റെ 2ാമത്തെ സീസൺ ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിരിക്കുന്നു. ഹോട്ട്സ്റ്റാറിന്റെ 2023 ആദ്യമായിട്ട് റിലീസ് ചെയ്ത മലയാളം സീരീസ് കൂടി KCFന്റെ 2ാമത്തെ സീസണാണ് ഇന്ന് റിലീസ് ആയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസിന്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ സീസണേക്കാൾ ഒരുപടി മുകളിലാണോ 2ാമത്തെ സീസൺ എന്ന് തോന്നിപ്പിക്കുന്ന ലെവൽ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് ഈ സീരീസിന്റെ ടെക്നിക്കൽ മികവിന്, അഭിനേതാക്കളുടെ പ്രകടനത്തിന്, റൈറ്റിംഗിനെല്ലാം തന്നെ ലഭ്യമായിരിക്കുന്നത്. എങ്കിൽ പോലും അവസാനത്തെ എപ്പിസോഡുകൾ ഒരൽപ്പം താഴെ പോയി, അതല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തി നൽകിയില്ല എന്ന ചില അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അപ്പോൾ KCF 2 ഇതിനോടകം തന്നെ വിജയം കണ്ടിരിക്കുകയാണ്. 7 ഇന്ത്യൻ ഭാഷകളിൽ ഇന്ന് ജിയോയിൽ റിലീസായ ഈ സീരീസിന് 2ാമത്തെ സീസൺ 6 എപ്പിസോഡുകളാണ് ഉള്ളത്. സിത്താരെ സമീൻ പാർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണ്. വലിയ പ്രൊമോഷൻസ് അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയോടെ ഷാറുഖ് ഖാനെയും ഒപ്പം തന്നെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള വലിയ ബോളിവുഡ് താരങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്ന പ്രീമിയർ ഷോസ് എല്ലാം തന്നെ നടത്തിയൊക്കെയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതെങ്കിൽ പോലും വലിയ വരവേൽപ്പല്ല സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് എന്ന് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തം. എന്നാൽ അതേസമയം സിത്താര സമീൻ പാർ എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായമാണ് അമീർ ഖാൻ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അവസാനത്തെ 2 അമീർ ഖാൻ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭേദപ്പെട്ട സിനിമ എന്നൊരു അഭിപ്രായം കൂടി ഈ സിനിമ നേടിയെടുത്തതോടെ ഇതിനോടകം തന്നെ വലിയ മോശമല്ലാത്തൊരു ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സിനിമ റിലീസായിട്ടുണ്ട്. അമീറിന്റെ അടുത്ത റീമേക്ക് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിൽ ജനീലിയ ഡിസൂസിയാണ് നായികാവേഷത്തിലെത്തിയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.